ബലഹീനങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണം. അതുവഴി നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. രോഗികളെ സുഖപ്പെടുത്തുവാനും ബലഹീനരെ ശക്തിപ്പെടുത്തുവാനും പാപികളെ രക്ഷിക്കുന്നതിനുമായ കർത്താവേ, മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. മേരിയുടെ ദീനം ഒക്കെ മാറി. മോള് വാ, നമുക്ക് അപ്പച്ചന് കാപ്പി എടുത്തോണ്ട് വരാം. അച്ചായ, എല്ലാരും പറയുന്നു എന്റെ അസുഖം മാറിയെന്ന്. എനിക്കെന്തോ വിശ്വാസം വരാത്ത പോലെ. എന്താ മേരി നീ പറയുന്നു? അച്ചായൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. മാറിയോ അച്ചായ? സമാധാനമായി എനിക്ക്. നക്ഷത്രങ്ങളും മാലാഖമാരും ചുറ്റും നിരന്നു നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പൊ ഞാനൊന്നും കാണുന്നില്ല. അച്ചായനുണ്ടല്ലോ അടുത്ത്. മോളുടെ കൈയും പിടിച്ച് നമ്മൾ രണ്ടും കൂടി പെരുന്നാൾ കൂടാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് പോവാൻ പറ്റും അല്ലേ അച്ചായ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? മരിക്കാൻ പേടിയില്ല എനിക്ക്. പക്ഷേ അച്ചായനെ ഒറ്റയ്ക്കാക്കിയിട്ട്, എന്റെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് മേരി ഒരുമിച്ച് ജീവിച്ച് മതിയായില്ല അച്ചായ. മേരി ലാസ്റ്റ് ബസ്സും പോയല്ലോ സാറേ. എന്റെ ഈശ്വര, ആരാടാ നീ? പീറ്ററിന്റെ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ദയവ് ഇത് പോരുത്. അത് പറയാ നീ ആരാടാ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. മോറണം പന്നി.
ശ്രീനിവാസൻ എന്താ ഉണ്ടായത്? ശ്രീനിവാസൻ, പീറ്ററോടെ? അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അവനെ കിട്ടില്ല. ശ്രീനിവാസൻ, ഹേയ്, വണ്ടിയെ കേറ്. വേഗം. അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? മതി, ഇനി എല്ലാരും ഒന്ന് പുറത്തേക്കണം. പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ. വരൂ, പുറത്ത് പോയി. സിസ്റ്റർ ശ്രീനിവാസൻ മോളിൽ ഐസി യൂണിറ്റിലാ. പീറ്റർ, നീ എനിക്ക് മാപ്പ് തരണം. ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നന്ദി. അവള് പോയി, എന്റെ മേരി പോയി. എന്നെയും ആനിപ്പോളയും അമ്മച്ചി എല്ലാം വിട്ടിട്ട് എന്റെ നെഞ്ചിൽ തലയാഴ്ച അവള് കണ്ണടച്ചത്. അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനിതെല്ലാം ചെയ്തത്. അന്ന് ഞാൻ ബസ്സിൽ വെച്ച് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കള്ളം പറഞ്ഞു. ജയിലിൽ പോയാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന്. ഇനി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മോൾക്കും അമ്മച്ചിക്കും വേറെ ആരുമില്ല. അവരെ